ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിൻ്റെ സെമി ഫൈനൽ സ്റ്റേജിലെ നെക്സ്റ്റ് റൗണ്ട് ജഡ്ജസ് ചോയ്സ്. നമുക്ക് മുന്നിലെത്തുന്നു ഫാത്തിമ ഫിദ. ഫിദക്കുട്ടി ചേച്ചി, നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ജഡ്ജസ് ചോയ്സ് റൗണ്ടാണ് അല്ലേ? നമുക്കറിയില്ല, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല പാട്ട്. ഇത് ജഡ്ജസിൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഏത് പാട്ട് പാടണം, ഫിദ എന്ത് പാടണമെന്ന്. നല്ല സുന്ദരി കുട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ഏത് പാട്ടാ പാടേണ്ടതെന്ന്. ഫിദയുടെ കാര്യത്തിൽ ഞാൻ പറയാം. കാരണം കുറേ കാലമായിട്ട് നമ്മുടെ എല്ലാവരുടെയും, എനിക്ക് തോന്നുന്നു ഈവൻ ഓഡിയൻസിൻ്റെ പോലും ഒരു റിക്വസ്റ്റ്, ഒരു ആഗ്രഹം ഉണ്ടാവും എന്തായാലും. കാരണം എപ്പോഴും ഫിദ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ റിക്ടർ സ്കെയിൽ 4-5 എന്നുള്ള രീതിയിൽ ഭൂമി കുലുക്കിയിട്ട് ഇവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്തായാലും എന്താ പറയുക, ഭൂമിനെ തണുപ്പിക്കുന്ന രീതിയിൽ ഈ മഞ്ഞക്കിളിൻ്റെ ഒരു മൂളിപ്പാട്ട് നമുക്ക് കേൾക്കാം. ഒരു മെലഡി സോങ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂളിലെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് ഫാസ്റ്റ് നമ്പറാണ്, ഞങ്ങൾക്ക് മെലഡി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതിന് പറ്റിയൊരു റൗണ്ട് വന്നു. മെലഡി എന്നെ ആവശ്യപ്പെട്ടേക്കാണ്. ഏത് സോങ് ആണ് മെലഡി റൗണ്ടിൽ? എല്ലാം ഒന്നിൽ നിന്നല്ലോ തുടക്കം. എല്ലാം ഒന്നിൽ നിന്നല്ലോ തുടക്കം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മെലഡിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, all the very best. ഒന്നിൽ നിന്നല്ലോ തുടക്കം, ഏതിനുമെന്നേക്കുമുണ്ടോരൊടുക്കം. കാലമേ നിൻ പ്രളയത്തിൻ്റെ നീർക്കുത്തിൽ മുങ്ങിയും പൊങ്ങിയുമൊഴുകുന്ന സത്യം, ഇത് നശ്വര കൗതുക ദൃശ്യം. എല്ലാം ഒന്നിൽ നിന്നല്ലോ തുടക്കം, ഏതിനുമെന്നേക്കുമുണ്ടോരൊടുക്കം. കാലമേ നിൻ പ്രളയത്തിൻ്റെ നീർക്കുത്തിൽ മുങ്ങിയും പൊങ്ങിയുമൊഴുകുന്ന സത്യം, ഇത് നശ്വര കൗതുക ദൃശ്യം. ജീവനാന്തം മുഴുകുന്നു ആരംഗപുളകത്തിൽ ആമഗ്ന ചിത്തരായി, ആജീവനാന്തം മുഴുകുന്നു. തുടക്കവും ഒടുക്കവും പടിപ്പുറമുറ്റത്തെ കടക്കാരാണെന്നതറിയാതെ, കടക്കാരാണെന്നതറിയാതെ. എല്ലാം ഒന്നിൽ നിന്നല്ലോ തുടക്കം, ഏതിനുമെന്നേക്കുമുണ്ടോരൊടുക്കം.
ഒഴുകുന്ന സത്യം ഇത് നശ്വര കൗതുക ദൃശ്യം എല്ലാം ഒന്നിൽ നിന്നല്ലോ തുടക്കം ഏതിനുമെന്നേക്കുമുണ്ടോരൊടുക്കം കാലമേ നിൻ പ്രണയത്തിൻ്റെ നീർക്കുത്തിൽ മുങ്ങിയും പൊങ്ങിയും ഒഴുകുന്ന സത്യം ഇത് നശ്വര കൗതുക ദൃശ്യം. ഷാൻ സർ, ഫിദക്കുട്ടി സാറ്റിസ്ഫൈഡ് ആണ്. വിചാരിച്ചു ഭയങ്കര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല, എന്നാലും ആദ്യം ഒരു തുടക്കം മോള് കുറച്ച് ഒന്ന് വെള്ളം കുടിച്ചു അല്ലേ? കാരണം സ്ഥിരം പ്ലേറ്റ് നല്ലല്ലോ ഇന്ന് ഭക്ഷണം കഴിച്ചത്. കുറച്ചൊന്ന് ഒന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോഴേക്കും ഒന്ന് വെള്ളം കുടിച്ചു. അത് എന്തായാലും അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും എൻഡ് ഒന്ന് പോയി. അത് മോൾക്കൊന്ന് പാടാൻ പറ്റുമോ കറക്റ്റ് ചെയ്തിട്ട്? ഒരു സ്ട്രെയിനും വേണ്ട, മെല്ലെ മോളുടെ ടെമ്പോയിൽ പാടിയാൽ മതി. ഇപ്പോഴും ശരിയായ ചെറിയൊരു ലിങ്ക് പ്രശ്നം. സിമ്പിളാണ്. അവിടെ ഇത്രയും തിങ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് സ്ലോ ആയിട്ട് എടുത്താൽ മതി. എനിക്ക് തുടക്കം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് പതറുവോ? കാരണം ഫിദയുടെ ഒരു ഏരിയ അല്ലാത്തതുകൊണ്ട്. പക്ഷെ മോൾ എന്തായാലും പതറിയൊന്നുമില്ല, മോള് നല്ലോണം തന്നെ പാടി. കുറച്ച് ഫിനിഷിങ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ 2 മിസ്റ്റേക്സ് ഭയങ്കരമായിട്ട് കേട്ടു. കാരണം മെലഡിയാണ്, സ്ലോ സോങ് ആണ്. അപ്പം അതിൽ ഇപ്പം ഫാസ്റ്റ് സോങ് പാടുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ ആ ഒരു ഓളത്തിലങ്ങ് പോകും. പക്ഷെ മെലഡി പാടുക എന്ന് പറയുന്നത് അത് വേറൊരു ഡിഫറെൻറ്റ് ഗെയിം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഇനി നമുക്ക് ഫിദക്കുട്ടിക്ക് എന്താ തോന്നിയത് പാടി കഴിഞ്ഞപ്പം? കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മെലഡി പാടിയിട്ട് എന്ത് തോന്നി? ഫാസ്റ്റ് സോങ് അല്ല, അതവിടെ മാറ്റി നിൽക്കട്ടെ. മെലഡി പാടിയിട്ട് എന്ത് തോന്നി ഫിദയ്ക്ക്? കുഴപ്പമൊന്നുമില്ല, ഫാസ്റ്റ് സോങ് പോലെ തന്നെ നമുക്ക് ആക്കാൻ പറ്റും അല്ലേ? അപ്പം ഇനി ഫുള്ള് അങ്ങനെ മെലഡി സോങ്സ് ആയിരിക്കുമോ നമ്മൾ കേൾക്കുന്നത്? മെലഡി സ്ലോ സോങ്സ് റൗണ്ട്സിന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മെലഡി നമ്മൾ പാടി കേൾപ്പിച്ചു അല്ലേ? ഇനി ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചു നോക്കണ്ടേ ഫൈസൽ സാറിൻ്റെ ഇഷൽ കിസയിലൂടെ ചോദിച്ചു നോക്കാം സർ. നമ്മളുടെ ഈ സാധാരണ നമ്മൾ കണ്ടുവരുന്ന കേട്ടുവരുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ, ഫിദയുടെ വ്യത്യസ്തമായ പാട്ട് എന്നതിലല്ല, മാപ്പിളപ്പാട്ടിൽ തന്നെ വ്യത്യസ്തമായ ഇതൊരു ശരിക്കും ഇപ്പോൾ ഒരു പാട്ടല്ല, ഒരു കവിതയാണ്. കവിത സംഗീതാവിഷ്കാരം നടത്തിയതാണിത് ശരിക്കും. ഇത് എഴുതിയ ആൾ ചെറിയമുണ്ടം അബ്ദുൾ റസാഖ് മൗലവി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം നല്ല ഒരു കവിയാണ്. ധാരാളം പരൽ മീനുകൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പാട്ട് സമാഹാരമുണ്ട്. അങ്ങനെ നിരവധി കവിതാ സമാഹാരങ്ങളും അല്ലാത്ത പുസ്തകങ്ങളും. എങ്ങനെയെങ്കിലും ഇവിടെ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുന്ന പുസ്തകങ്ങൾ ഒക്കെ ഉണ്ട്. അതിനൊക്കെ പുറമെ അദ്ദേഹം ഇപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളമാണ് സാംസ്കാരിക രംഗത്ത്. ഒരു സാഹിത്യ സാംസ്കാരിക മാസിക അദ്ദേഹം സ്വന്തമായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ധിഷണ എന്ന പേരിൽ. കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാഗസിനാണ് ധിഷണ. അതിൻ്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹം. പിന്നെ പാട്ടിൻ്റെ കാര്യം ഇവിടെ ഷാൻ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഫിദയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പാട്ട് അനുഭവമാണ് ശരിക്കും. കാരണം അത് ഫിദ സ്ട്രെയിൻ ചെയ്താലും അത് മനോഹരമായി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. കാലമേ നിൻ ബാക്കി എന്താണ്? പ്രളയത്തിന്. ഞാനത് ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെയും പ്രണയം ഞാനത് ഒരുപാട് തവണ ഇങ്ങനെ ഹെഡ്ഫോണിൽ വെച്ച് ചോദിക്കും. അപ്പോൾ എനിക്ക് പേടി, പ്രളയമാണ് മോള് എന്നാണോ പറഞ്ഞത്? അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ ക്ലിയർ ആയി. അപ്പോൾ ഞാൻ കേൾക്കുമ്പോൾ അങ്ങനെ അതെൻ്റെ കുഴപ്പമാണ്. അതെ, അല്ല, പ്രളയമാണെന്ന് ഇവിടെ പുതിയ ഒരു കവിയുടെ ഒരു നിഗമനം, അനുഭവങ്ങൾ, ഒരു എന്താ പറയാ, ഒരു നിഗമനം. ഞാനത് പ്രളയമാണെന്ന് മോള് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ എനിക്ക് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുക, അതെൻ്റെ കുഴപ്പം കേട്ടോ. ഓക്കെ, നന്നായി. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ.
ഇനി രേണത്തോട് ചോദിച്ചു നോക്കാം, ഫിദക്കുട്ടിയുടെ മെലഡി ഇഷ്ടമായോ? ഫിദ മെലഡി ഇഷ്ടമായി കേട്ടോ. നല്ല സോങ് ആണ് മോളെ. അത് ഈ പറഞ്ഞ പോലെ മോള് മെലഡിയിലോട്ട് ഇപ്പം മെലഡി പാടും, ഞാൻ പാടട്ടെ ആ ഒരു ചിന്തയാണ് മനസ്സിൽ മുഴുവൻ. അപ്പോൾ ആ ഒരു ഇതിൽ മെലഡി ആക്കാൻ നോക്കുമ്പോഴൊരു വാക്കുകൾ മനസ്സിലാവാത്തൊരു പ്രശ്നമില്ലേ, അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെ തോന്നി. ചിലയിടത്തൊക്കെ നല്ല സ്വീറ്റായിട്ട് തന്നെ. മോൾക്കിപ്പോൾ ശരിക്കും എത്ര വയസ്സായി? മോൾക്ക് 13 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെലഡിയാണ് ശരിക്കും പറഞ്ഞ പോലെ തന്നെ പാടി ഫലിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെ, അടിപൊളി പാടുന്നതിനേക്കാളും. കാരണം ആ വോയിസിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും അവിടെ അങ്ങ് പെട്ടെന്നൊന്നും പിടുത്തമൊന്നും കിട്ടില്ല, ടോണിലൊന്നും. പക്ഷെ മെലഡി പാടി അത് ഫലിപ്പിക്കാൻ ഇത്തിരി മനസ്സിലാവും ചെയ്യും. മെലഡി സോങ് പാടാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. പക്ഷെ മോളെ ഈ ഏജും ഈ വോയിസ് ഒക്കെ ഇനി മോള് ഒന്നുകൂടി മാറിയൊക്കെ വരുമ്പോഴേക്കും മോൾക്ക് പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് മോളുടെ ആ ഒരു സിംഗിങ് ഇതിന്ന് മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ മെലഡിയും കൂടിയും കൊണ്ടുപോയിക്കോളൂ, അടി ഫാസ്റ്റ് മാത്രം വേണ്ട. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ 2 സ്ഥലം അത് ശരിക്കും നല്ലൊരു സ്ലിപ്പ് അങ്ങനെ വന്ന് ഇങ്ങോട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. മോൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു സ്ഥലം ആപാദമൊരുക്കില്ലേ, ഒരു അങ്ങനെ ഒരു നോട്ട്, ഒരു ചേഞ്ചിൻ്റെ ഒരു ഫസ്റ്റിലാണത് പെട്ടെന്ന് ഇങ്ങോട്ട് പോയ പോലെ. പക്ഷേ മോള് റിപ്പീറ്റ് ചെയ്ത് പാടിയപ്പോൾ അത് കറക്റ്റ് ചെയ്ത് പാടി. അനുപല്ലവിയിലെ ആ ഭാഗം പ്രശ്നം ഉണ്ടായിട്ടില്ല, ചരണത്തിലാത്ത ഫസ്റ്റ് മാത്രം. അപ്പം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നാലും എനിക്ക് സന്തോഷം എന്താ വെച്ചാൽ മെലഡിയും പാടാൻ പറ്റും ഫിദയ്ക്ക് കേട്ടോ. കുറച്ചും കൂടി ആ ഒരു ഇതിലെത്തുമ്പോൾ നല്ലൊരു മെലഡിയും പാടുന്നൊരു കുട്ടിയായിരിക്കും. ഓക്കെ മോളെ. ഓക്കെ, താങ്ക് യു രേണത്ത. അപ്പോൾ മെലഡിയും പാടാൻ നമുക്ക് പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നമ്മുടെ മെലഡി എന്തായാലും നമ്മൾ പാടും അല്ലേ, നല്ലൊരു കമൻസൊക്കെ കേൾക്കുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കണേ. ഷാൻ സാറ് ഹാപ്പിയാണ്. ഇനി എന്താ മാർക്സ് ചോദിക്കാം അല്ലേ. നമ്മുടെ ജഡ്ജസ് ചോയ്സിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു ഷാൻ സാറിൻ്റെ ചോദിച്ചു നോക്കിയാലോ. ഷാൻ സർ, രേണത പറഞ്ഞൊരു കാര്യം എനിക്കും കറക്റ്റായിട്ട് തോന്നി. കാലമേ വരുന്നത് വരെ മോളുടെ ഏജ് പറയില്ല കേട്ടോ. ഇപ്പം വെറുതെ ഒരു CD പ്ലെയറിലോ MP3 ആയിട്ടൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു 13 വയസ്സുകാരിയാണ് പാടുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാലമേ വരുമ്പോഴാണ് ആ കുട്ടിയാണല്ലേ എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും 26.5. ഓക്കെ, ഔട്ട് ഓഫ് 30 26.5. താങ്ക് യു ഷാൻ സർ. ഇനി ഫൈസൽ സാറ് പറയുമോ ഇല്ലയോ? ഞാൻ ഫിദക്ക് തരുന്ന മാർക്ക് ഇപ്പോൾ പറയുന്നില്ല. അവിടെ വന്നു ഹിഡൻ മാർക്ക് അല്ലേ. ഓക്കെ, അപ്പം ഇനി രേണത്തയുടെ മാർക്ക് ചോദിച്ചു നോക്കാം. 26.5. ഓക്കെ, ഔട്ട് ഓഫ് 30 26.5. ഓക്കെ, ഔട്ട് ഓഫ് 30 നമ്മൾ അറിഞ്ഞു രേണത്ത് എത്രയാണ് തന്നിരിക്കണേന്ന്. ഇനി നമുക്ക് ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. 8 മാർക്ക്. ഓക്കെ, 10ൽ 8 മാർക്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 70 61 മാർക്സ് ആണ് ജഡ്ജസ് ചോയ്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയത്.